ഹായ്. അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി അങ്ങ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും മല്ലിയിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ ഒരു 5-6 പച്ചമുളകും ഒരു ഇച്ചിരി തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. ആ പേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് മസാല കൂട്ടിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഈ ഒരു പാത്രം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പാത്രം ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതുപോലെ തന്നെ ഒരു 3-4 ടീസ്പൂൺ പശു നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഡെക്കറേഷന് വേണ്ടിയുള്ള സവാള അങ്ങോട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ ആ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ രണ്ടും ഒരുപോലെ അങ്ങ് നടക്കുമല്ലോ. അപ്പോൾ ആ സവാളയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കാഷ്യൂനട്ടും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി അതേ നെയ്യും ഈ ഓയിലും കൂടെ ഉള്ള ആ മിക്സുള്ള എണ്ണയിലേക്ക് നമ്മുടെ ആ മസാലയ്ക്ക് വേണ്ടിയുള്ള സവാള ഇട്ടൊന്ന് വഴറ്റാൻ വെച്ചു. ആ സമയത്ത് നമ്മുടെ ചിക്കൻ ഒരു സൈഡ് വെന്തായിരുന്നു. അപ്പോൾ അതും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വഴണ്ട് വരുന്ന സവാളയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും അതുപോലെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇനി 2 തക്കാളി കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി സോഫ്റ്റാക്കി എടുക്കുക. അന്നേരത്തേക്ക് ഈ തക്കാളി വേണമെങ്കിൽ ഒന്ന് നമ്മുടെ സ്പൂൺ യൂസ് ചെയ്തൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി അതുപോലെ കുരുമുളക് പൊടി മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഇത്തരം പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് ഇതിന് പച്ചമണം മാറാനൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ കുക്കറൊന്ന് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. ആ സമയത്തേക്ക് ഞാൻ പൊരിച്ച ചിക്കനും കൂടെ ആ മസാലയിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് അടച്ച് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് തൈരാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ബേ ലീഫും 2-3 പട്ടയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 2.5 ഗ്ലാസ് അരി എടുത്തു. അപ്പോൾ ഞാൻ 5 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അപ്പോൾ ഞാൻ തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് ആ മസാല അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ അരിയാണ് എടുത്തേക്കുന്നത്. ആ അരി ഒന്ന് കഴുകി വാരി വെച്ചായിരുന്നു, അതും കൂടെ ആ ചോറ് ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ചൊരു 2 വിസിൽ അങ്ങോട്ട് അടുപ്പിക്കുക. പിന്നെ തുറക്കുമ്പോൾ നല്ല അടിപൊളി ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുവാണ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ദമ്മാക്കാം. അപ്പോൾ ആ മസാലയുടെ പുറത്തോട്ട് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലെയറിനുള്ളതേ ഉള്ളായിരുന്നു. അങ്ങനെ അത് സെറ്റ് ചെയ്തു. അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെതറി. പിന്നെ കുറച്ച് നമ്മൾ പൊരിച്ച് വാരിയെടുത്ത ആ കാഷ്യൂനട്ടും ഉള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ ഇട്ടൊന്ന് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു സാലഡും കൂടെയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ നല്ല ചൂട് ചോറും സാലഡും അതുപോലെ തന്നെ നാരങ്ങാച്ചാറും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു. താങ്ക് യു.